പല സുഹൃത്തുക്കളെ, ആദ്യമായി ഇലക്ഷനിൽ ജയിച്ച UDF അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതൊരു സിനിമ ചാനലാണ്, പക്ഷേ ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. കാരണം 5 വർഷം മാറി മാറി ഭരിക്കലാണ് ഏറ്റവും നല്ലത്. അത് കോൺഗ്രസ് ആയാലും CPM ആയാലും. ഈ തുടർ ഭരണമാകുമ്പോൾ ഏത് പാർട്ടിക്കാരായാലും അഹംഭാവം കൂടും, അഹംഭാവം ധാർഷ്ട്യം ഇതൊക്കെ കൂടും. അതിപ്പോൾ കോൺഗ്രസ് 10 വർഷം ഭരിച്ചാലും കോൺഗ്രസിനും ധാർഷ്ട്യം കൂടും. അപ്പോൾ 5 വർഷം പഴയതുപോലെ ഇങ്ങനെ മാറി മാറി ഭരിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. ആൾക്കാർക്കൊരു മാറ്റം സംഭവിക്കും. ആരാണ് നന്നായിട്ട് ഭരിക്കുന്നത് മത്സരിക്കും. 5 വർഷം കഴിഞ്ഞ ആൾക്കാരെ കാട്ടി ഈ പ്രാവശ്യത്തെ 5 വർഷത്തും ഭരിക്കുന്ന ആൾ അതിനേക്കാൾ നന്നാക്കാൻ നോക്കും. അപ്പോൾ ജനങ്ങൾക്ക് നല്ലതാണ്. ഇങ്ങനെ മാറി മാറി ഭരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഗുണം കിട്ടാൻ. അപ്പോൾ അവർ 3000 രൂപ പെൻഷൻ അനുവദിച്ചെങ്കിൽ ഇവർ 4000 രൂപയാക്കും. അപ്പോൾ ജനങ്ങൾക്കല്ലേ നേട്ടം. അടുത്ത വർഷം അവർ 5000 ആക്കും. അങ്ങനെ അതുകൊണ്ട് ഈ മാറി മാറി ഭരണം നല്ലത്. ഒരേ ഭരണം രാജാക്കന്മാരെ ഭരണം പോലെ ആയിരിക്കും. പിന്നെ ഗൾഫ് നാട്ടിലുള്ള ഭരണം പോലെ ആയിരിക്കും. ദുബൈയിലും മറ്റേ GCCയിലെല്ലാം അങ്ങനെയല്ല. മൊത്തം GCCയിൽ സൗദി, ദുബൈ എല്ലാം കുറേ ഉണ്ടല്ലോ. അവരെല്ലാം ഇങ്ങനെ തുടർച്ചയായി രാജഭരണം അതുപോലെ ആയിരിക്കും. ഇവിടെ നമുക്ക് ഇതാണ് നല്ലത്, 5 വർഷം. പക്ഷേ ഈ സിനിമാ നടന്മാരെയും മിമിക്രിക്കാരെയും ഒന്നും ഈ മത്സരത്തിന് സമ്മതിക്കരുത്, സീറ്റ് കൊടുക്കരുത്. അവർ മത്സരിച്ചാൽ ജയിപ്പിക്കാനും പാടില്ല. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ ആദ്യമായി ഒരു മിമിക്രിക്കാരെ ജയിച്ച് പിഷാരടി, അയാൾ MLA ആയി. അതിലുകൊണ്ട് ഇപ്പോൾ എന്തായി, നിയമസഭയിൽ ഒരു വിദൂഷകനെ കിട്ടിയതുപോലെയായി. നിയമസഭയിൽ അടികൂടുമ്പോൾ ഈ വിദൂഷകനെ കൊണ്ട് കുറച്ച് തമാശ പറയിപ്പിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ആഹാ എന്ന് പറഞ്ഞിരിക്കും. അതൊരു ഉപകാരമാണ്. ഈ രാജഭരണത്തിൽ ഒരു വിദൂഷകനുണ്ടാവും. അതുപോലെ ഈ UDF ഭരണത്തിൽ നിയമസഭയിൽ ഒരു വിദൂഷകനെ കിട്ടി. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഓക്കെ.